ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ദിച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഫെയിൻറ്റ് പോസിറ്റീവ് ലൈൻ കിട്ടുന്ന 3 കാറ്റഗറിയിലുള്ള ആളുകളെ പറ്റിയിട്ടാണ്. ഇവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പ്രഗ്നൻസി ടെസ്റ്റിൽ ഫെയിൻറ്റ് ലൈൻ, അതായത് മങ്ങിയ വര ലഭിക്കും. ഇവർ പ്രഗ്നൻസി പോസിറ്റീവ് ആണെങ്കിലും പ്രഗ്നൻസി നെഗറ്റീവ് ആണെങ്കിലും ഇവർക്ക് ഫോൾസ് പോസിറ്റീവ് ലൈനും അതുപോലെ പ്രഗ്നൻസി ഫെയിൻറ്റ് പോസിറ്റീവ് ലൈനും കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സാധ്യതയുള്ളത് ആരിലൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ കാറ്റഗറിയിൽ പെടുന്നവരാണെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഫെയിൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ അത് എക്സാക്റ്റ് പോസിറ്റീവ് കിട്ടും. ഫെയിൻറ്റ് പോസിറ്റീവ് ഫോൾസ് പോസിറ്റീവാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിന് അത് സഹായിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ 2 ലൈനും ഒരേപോലെ തന്നെ ഡാർക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ ഉറപ്പിക്കാം നമ്മൾ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന്. പക്ഷേ ഒരു കാറ്റഗറിയിലുള്ള ആളുകൾക്ക് മങ്ങിയ വര കിട്ടാനായിട്ട് സാധ്യതയുണ്ട്, ഫെയിൻറ്റ് ലൈൻ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആളുകളാണ് ഏറ്റവും ആദ്യം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നവർ. ചിലവർ നമുക്ക് സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങുമ്പോഴേക്കും ഒരു ഓവുലേഷൻ ഡേറ്റ് കഴിഞ്ഞിട്ട് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 8ാമത്തെ ദിവസം അല്ലെങ്കിൽ ഒരു 10ാമത്തെ ദിവസമൊക്കെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ HCG ഹോർമോണിൻ്റെ ലെവൽ അതിനനുസരിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റിൽ പോസിറ്റീവ് ലൈൻ കിട്ടാനായിട്ട് അത് സഹായിക്കും. പക്ഷേ അങ്ങനെ പോസിറ്റീവ് ലൈൻ കിട്ടാനായിട്ടുള്ള HCG ഹോർമോൺ ലെവൽ നമ്മുടെ ശരീരത്തിൽ ഇല്ല എങ്കിൽ നമുക്ക് ഫെയിൻറ്റ് ലൈൻ കിട്ടും. ഏകദേശം ഒരു ഓവുലേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 വീക്സ് അല്ലെങ്കിൽ ഒരു 3 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടും. കാരണം ആ ഒരു സമയം കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള എഗ്ഗും സ്പേമും തമ്മിലാണ് ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് എന്തായാലും ആ സമയത്തിനുള്ളിൽ ഉറപ്പായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ HCG ആണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതെങ്കിൽ ഓരോ 48 hours കൂടുമ്പോഴും അതിങ്ങനെ ഡബിളായി കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ സിംറ്റംസ് ഉണ്ടെങ്കിൽ കൂടി തന്നെ നമ്മൾ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്യുക. നമ്മുടെ പീരീഡ് മിസ്സാകുന്ന ഡേറ്റ് വരെയെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രഗ്നൻസി സിംറ്റംസ് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും കിട്ടും. അപ്പോൾ ഇതാണ് ഫെയിൻറ്റ് ലൈൻ കിട്ടാനായിട്ട് സാധ്യതയുള്ള ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ. നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ HCG ഹോർമോണിൻ്റെ ലെവൽ അത്രത്തോളം എത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് ഫെയിൻറ്റ് ലൈൻ കിട്ടും, മങ്ങിയ വര കിട്ടും. ഒരു ലൈൻ ഡാർക്കായിരിക്കും, ഒരു ലൈൻ വളരെ ലൈറ്റ് ആയിരിക്കും. നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന രീതിക്കുള്ള ലൈറ്റ് ലൈനായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആളുകൾ. 2ാമത്തെ കാറ്റഗറിയിലുള്ള ആളുകൾ വരുന്നത് നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഒരു ലൈൻ ഡാർക്ക് കിട്ടും, ഒരു ലൈൻ നെഗറ്റീവ് ആയിരിക്കും, നമുക്കൊന്നും തന്നെ കിട്ടില്ല. അതിന് ശേഷം ഇപ്പോൾ നമ്മൾ രാവിലെയാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു ഈവനിങ്ങിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ അല്ലെങ്കിൽ പിറ്റേ ദിവസം മോർണിംഗിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ കിറ്റിൽ പോസിറ്റീവ് റിസൾട്ട് കിടക്കും. ഈ പോസിറ്റീവ് റിസൾട്ട് കിടക്കുന്നത് ഫെയിൻറ്റ് ലൈനായിട്ടായിരിക്കും കിടക്കുന്നത്. ഫസ്റ്റ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അപ്പോൾ തന്നെ പോസിറ്റീവ് ലൈൻ ഫെയിൻ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് കാറ്റഗറിയിൽ പെടുന്നവർക്ക് ഡിസ്പോസ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡിസ്പോസ് ചെയ്തു, ഇപ്പോൾ ഒരു ഡസ്റ്റ്ബിന്നിൽ കൊണ്ട് നമ്മൾ ഇട്ടു, ദെൻ എഗെയിൻ നമ്മൾ എന്തെങ്കിലും എടുക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കളയാൻ നോക്കുമ്പോഴേക്കും ഈ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ എഗെയിൻ ഒരു പോസിറ്റീവ് ലൈൻ കിടക്കണ കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് റേ ഓഫ് ഹോപ്പ് വരും. പക്ഷേ എപ്പോഴും നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിലോട്ട് യൂറിൻ ഡ്രോപ്സ് എടുത്ത് ഒഴിക്കുമ്പോഴേക്കും ആ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ടാകും. 2 minutes കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 seconds ഒക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് ആ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ കിട്ടും. ആ റിസൾട്ട് മാത്രമായിരിക്കും 100% ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്. അപ്പോൾ നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ നേരത്തൊക്കെ നമുക്ക് ഫെയിൻറ്റ് ലൈൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ ലൈൻ ഡാർക്കായിട്ട് കിട്ടി, സെക്കൻഡ് ലൈൻ നമുക്ക് ഫെയിൻ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അത് ഫേക്ക് ആയിട്ടുള്ള പോസിറ്റീവാണ്, ഫോൾസ് പോസിറ്റീവ് റിസൾട്ടാണ്. നിങ്ങൾ പ്രഗ്നൻ്റ് അല്ലെങ്കിൽ കൂടി തന്നെയും ഇവാപ്പറേഷൻ ലൈൻ ആയിട്ടാണ് മറ്റേത് വരുന്നത്. ഇവാപ്പറേഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റത്തെ ലൈൻ വന്നതിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആ ഒരു ഇവാപ്പറേഷൻ ലൈൻ, അതിൻ്റെ എഫക്റ്റ് കൊണ്ട് നമുക്ക് അടുത്തതായിട്ട് ഒരു ലൈൻ കിട്ടും. ആ ലൈനിനെ നമുക്ക് എപ്പോഴും ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് തന്നെ കിട്ടാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ മിസ്ലീഡ് ചെയ്യാൻ കഴിയുന്ന രീതിക്കുള്ള പോസിറ്റീവ് ആയിരിക്കും അത്. ഫെയിൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് കിട്ടുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും പ്രഗ്നൻ്റ് ആണെന്ന് എക്സ്പെക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ HCG ഒന്നുകൂടി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും.
ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള റിസൾട്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെന്താണ് ഡയറക്ഷൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതേ സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ ആ റിസൾട്ട് കിട്ടുന്നതെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് റിസൾട്ടായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മൂന്നാമത് നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിലെ ഫോൾസ് പോസിറ്റീവ് ലൈൻ കിട്ടുന്നത് ഏർലി മിസ്കാരേജ് ഉണ്ടാകുന്ന സ്ത്രീകൾക്കാണ്. ഏർലി മിസ്കാരേജ് ഉണ്ടാകുന്ന സ്ത്രീകൾ ഇപ്പോൾ കെമിക്കൽ പ്രഗ്നൻസി ആണെങ്കിലും നമുക്ക് പീരീഡ് മിസ്സായതിന് ശേഷം കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്രഗ്നൻസിയെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫോൾസ് പോസിറ്റീവ് ലൈൻ നമുക്ക് കിട്ടും. കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത് നമ്മൾ പോലും ഡിറ്റക്ട് ചെയ്യുന്നതിന് മുൻപ് മിസ്കാരേജ് ആയി പോകുന്ന ടൈപ്പുള്ള പ്രഗ്നൻസീസ് ആയിരിക്കും ചിലപ്പോൾ ഒട്ടുമിക്ക ആളുകളുടെ കേസിലും കെമിക്കൽ പ്രഗ്നൻസി ആയിട്ട് വരുന്നത്. ഇത് നമുക്ക് ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. നാച്ചുറലായിട്ട് നമ്മുടെ ബോഡി തന്നെ മിസ്കാരേജ് ഉണ്ടാക്കി അത് ആ ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗ് കളയുകയാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസിറ്റീവ് ലൈൻ കിട്ടും. പക്ഷേ HCG നോക്കുമ്പോഴേക്കും അത്രയും വാല്യൂ ചിലപ്പോൾ HCG നോക്കുമ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ഉണ്ടാകും. പക്ഷേ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എഗെയിൻ ആ വാല്യൂ കൂടാതെ കുറയുകയേ ചെയ്യുള്ളൂ, ഡബിൾ ആവില്ല. നമ്മൾ ഹെൽത്തി പ്രഗ്നൻസി ആണെങ്കിൽ നമ്മൾ HCG ഹോർമോൺ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഡബിൾ ആവണം. ഇത് ഡബിൾ ആവാതെ നിൽക്കുമ്പോഴേക്കും നമുക്ക് പ്രഗ്നൻസി പോസിറ്റീവ് അല്ല എന്ന് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഏർലി മിസ്കാരേജ് ഉണ്ടാകുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ 12 വീക്സിന് മുമ്പൊക്കെ നമ്മളായിട്ടല്ല നാച്ചുറലി പോകുന്നതല്ല നമ്മുടെ ശരീരം കളയുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ വെച്ചിട്ട് നമുക്ക് കളയേണ്ടതായിട്ടുള്ള കേസുകളിലൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഗെയിൻ കുറച്ച് ദിവസം നമുക്കിപ്പോൾ പീരിയഡ്സ് ആയിട്ടില്ലെങ്കിൽ പലരും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്, ചേച്ചി പീരീഡ് ആയില്ല, പിന്നീട് എനിക്ക് സ്പോട്ടിങ് ഉണ്ടായി, ഇതെൻ്റെ പ്രഗ്നൻസി ആണോ, ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് പലരും നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അത്രയും എളുപ്പത്തിൽ എഗെയിൻ പ്രഗ്നൻ്റ് ആകുന്നവരുണ്ട്. പക്ഷേ ഒരു മിസ്കാരേജ് ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡോക്ടർ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ബോഡി എഗെയിൻ ഒന്നുകൂടി ഫിറ്റായി HCG ഹോർമോൺ പ്രഗ്നൻസി ഹോർമോൺ എല്ലാം ഒന്ന് ഡൗൺ ആയതിനു ശേഷം ആ ഒരു ന്യൂട്രൽ ഫേസിൽ നമ്മൾ എത്തിയതിന് ശേഷം ഒന്നും കൂടി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് ഒന്നുകൂടി പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അപ്പോൾ നമ്മൾ ഏർലി മിസ്കാരേജ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയായിട്ട് മിസ്കാരേജ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലോ, അതായത് ബോഡിയായിട്ട് മിസ്കാരേജ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് പ്രഗ്നൻസി സിംറ്റംസ് ഉണ്ടായിട്ട് എഗെയിൻ ബ്ലീഡിങ് ആയി പോകുന്നവരുണ്ടാവില്ല. ഡോക്ടർ മെഡിസിൻ തരുന്നതിന് മുമ്പ് തന്നെ ബ്ലീഡിങ് ആയി പോകുന്നത്, ഡാൻസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ബ്ലീഡിങ് ആയി പോകുന്ന ഒരുപാട് കേസുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ ബ്ലീഡിങ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് പ്രഗ്നൻസി ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. നമ്മൾ HCG ഹോർമോണിൻ്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകാനായിട്ടുള്ള പോസിറ്റീവ് റിസൾട്ട് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസി മിസ്കാരേജ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എഗെയിൻ അത്രയും എളുപ്പത്തിൽ തന്നെ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാതിരിക്കുക. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോൾസ് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ HCG ഇഞ്ചെക്ഷൻ എടുക്കുന്നവർ വേറൊരു കാറ്റഗറി വരുന്നത് അവരാണ്. HCG ഇഞ്ചെക്ഷൻ എടുക്കുന്നവർ ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫേക്ക് ആയിട്ടുള്ള പോസിറ്റീവ് റിസൾട്ട് കിട്ടാനായിട്ടും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ആളുകൾക്കാണ് നമ്മൾ പ്രഗ്നൻ്റ് അല്ലെങ്കിലും പ്രഗ്നൻ്റ് ആണെങ്കിലും ഫോൾസ് പോസിറ്റീവും അതുപോലെ ഫെയിൻറ്റ് പോസിറ്റീവും റിസൾട്ട് കിട്ടാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഈ കാറ്റഗറിയിൽ പെടുന്ന ആളാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പ്രഗ്നൻസി സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പീരീഡ് മിസ്സായിട്ട് അറ്റ്ലീസ്റ്റ് 10 days എങ്കിലും കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.